കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിലും വടകര മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഷാഫി പറമ്പിൽ രാഷ്ട്രീയ വിഷമാണെന്ന ഇടതുപക്ഷവും CPM-ന്റേത് വിഭജന മാനിഫെസ്റ്റോ ആണെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ് കോഴിക്കോട് നിന്നും. ആനന്ദ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയവും ഏറ്റവും ചർച്ചാ വിധേയമായ ഒരു മണ്ഡലവുമാണ് വടകര. കാരണം സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ അവിടെ സജീവമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയുമാണല്ലേ? സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് വടകര ലോക്സഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ശൈലജയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായിരുന്നു. സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായി ഇതിന് പിന്നിൽ കോൺഗ്രസ്സാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് കെ ശൈലജയും ഒപ്പം ഇടതുപക്ഷ നേതാക്കളും മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കോൺഗ്രസ്സിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെയും വ്യാജ പ്രചരണമാണ് എന്നുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും പോലീസ് നടപടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ആരോപണങ്ങളായാലും പ്രത്യാരോപണങ്ങളായാലും അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദിവസങ്ങൾ കഴിഞ്ഞു, ജനവിധി കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവിടുത്തെ വിമർശന ശരങ്ങൾ തുടരുകയാണ്. DYFയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള റഹീം MP, അദ്ദേഹം വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള വിശദീകരണവും വിമർശനങ്ങളും നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ നൽകാൻ ആനന്ദ് പുതൂർ തുടരുകയാണ്. ആനന്ദ്, കേൾക്കാമെങ്കിൽ? ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിൽ ഇപ്പോഴും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഭാഗത്ത് നിന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും KP, ഈ സംസ്ഥാനത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ ഓരോ മണ്ഡലങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്തയിലിടുന്നത് വടകര ലോക്സഭാ മണ്ഡലം തന്നെയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടായതും ഈ കോഴിക്കോട് ജില്ലയിലെ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ ഇപ്പോഴും സജീവമാവുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഗീയമായിട്ടുള്ള രീതിയിൽ തന്നെ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ഇടത് വലത് മുന്നണികൾ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വടകര ചർച്ചയാവുന്നത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പാനൂർ ബോംബ് സ്ഫോടനം മുതൽ സൈബർ ആക്രമണം വരെ ചർച്ചയാവുന്ന ഒരു സമയമാണുള്ളത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചകളായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ആ ചർച്ചകൾ തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള T. സിദ്ദിഖ് ആരോപിച്ച പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ CPM വർഗീയമായിട്ടുള്ള വിഭജനത്തിന് കോപ്പുകൂട്ടി എന്ന് തന്നെയാണ്. അത് മാത്രമല്ല ഇത്തരത്തിൽ പാനൂരിലെ പൊട്ടിയതുപോലെ, അതായത് നിർമ്മാണത്തിലിരിക്കുമ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടിയ പോലെ തന്നെ സൈബർ ബോംബും ഈ നിർമ്മാണത്തിലിരിക്കെ തന്നെ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകാത്തത് പോലീസിനെ ബന്ധിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ്. അത്തരത്തിൽ പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടെന്നുള്ള ആരോപണങ്ങളുമായി തന്നെയാണ് ഇത്തരത്തിൽ T. സിദ്ദിഖ് എന്തായാലും രംഗത്ത് വന്നിരിക്കുന്നത്. CPM-നെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച്, അതായത് പത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പരസ്യം നൽകുന്ന ഒരു രീതി CPM ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി പുറത്തെടുത്തു എന്നുള്ള ഒരു ആരോപണവും T. സിദ്ദിഖ് ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രഭാതത്തിലുണ്ടായിരുന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം സിദ്ദിഖിന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം. എന്തായാലും ഈ 11-ാം തീയതി വരുന്ന 11-ാം തീയതി CPM-ന്റെ ഈ വർഗീയ പ്രചാരണത്തിനെതിരെ എന്നുള്ള ഒരു ലേബലോട് കൂടി തന്നെ UDF അവിടെ കൃത്യമായിട്ടുള്ള വിശദീകരണ യോഗങ്ങൾ വടകരയിൽ നടത്തുന്നുണ്ട്. ഈ പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ രൂക്ഷമായി തന്നെയാണ് പ്രതികരിച്ചത്. അതായത് കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഇത്തരത്തിൽ കാഫിറിന്റെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് UDF ക്യാമ്പിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലൊരു പ്രചാരണം കാര്യമായി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് വ്യാജ പ്രചരണമാണെന്നുള്ളതാണ് UDF-ന്റെ വിശദീകരണം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രയോഗത്തിൽ കാഫിർ പ്രയോഗം CPM-ന്റെ നിർമ്മിതിയാണെന്നുള്ള ഒരു പൊതുബോധമാണ്, ഒരു പൊതു വിശദീകരണമാണ് ഇത്തരത്തിൽ UDF ക്യാമ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാഫിർ പരാമർശത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നയാൾക്ക് 10 ലക്ഷം രൂപ ഇനാം നൽകാമെന്നാണ് ഇന്നലെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അത്തരത്തിൽ
വാക്പോരുകൾ വീണ്ടും മുറുകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അയവും ആ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇത്തരത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ ഒരു യോഗത്തിൽ, സെക്യുലർ യോഗത്തിൽ റഹീം, അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള റഹീം ഷാഫി പറമ്പിലിനെ പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിഷം എന്നാണ്. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പദപ്രയോഗങ്ങളടക്കം വടകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പാലക്കാടേക്ക് പോയി കഴിഞ്ഞാൽ മൃദു ഹിന്ദു സമീപനവും, ഈ മലബാറിലേക്ക് വരികയാണെങ്കിൽ അത്തരത്തിൽ ന്യൂനപക്ഷ സമീപനങ്ങൾ എടുക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഈ വർഗീയ വശത്തെയും വടകര അതിജീവിക്കുമെന്നുള്ള തരത്തിലേക്കുള്ള ഈ പോയ്സനെയും വടകര അതിജീവിക്കുമെന്നുള്ള കാര്യത്തിലാണ് സംശയമൊന്നുമില്ല എന്നാണ് റഹീം പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികൾ ഈ പരസ്പരം വർഗീയമായി തന്നെ പഴിചാരുന്ന ഒരു സാഹചര്യമാണ് വടകരയിലുള്ളത്. കെ പി യെസ്, അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിടുമ്പോഴും അവിടുത്തെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അവസാനിക്കുന്നില്ല. വർഗീയ വിഷം അത് CPM ആയാലും UDF ആയാലും ഒരുപോലെ ഉപയോഗിക്കുകയാണ് എന്നതാണ് വാസ്തവം. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.